നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറുടെ ആരാധകർക്ക് നിരാശ നൽകുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നെയ്മർ ജൂനിയർ കോപ്പ അമേരിക്ക കളിക്കാനുണ്ടാവില്ല എന്ന് പറഞ്ഞിരിക്കുന്നു റോഡ്രിഗോ പവിയ. അദ്ദേഹം ബ്രസീൽ ടീമിൻ്റെ സ്പോക്സ് പേഴ്സൺ ആണ്. നേരത്തെ ബ്രസീലിയൻ ടീമിൻ്റെ ഡോക്ടർ റോഡ്രിഗോ ലാസ്മറും ഇതേ അഭിപ്രായം പങ്കുവച്ചിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് നെയ്മർ ജൂനിയറുടെ പരിക്ക് ഭേദമാവാൻ കുറച്ച് സമയമെടുക്കും, അടുത്ത സീസണിൻ്റെ തുടക്കത്തോടെ താരത്തിന് കളിക്കളത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ എന്ന് ബ്രസീൽ ടീമിൻ്റെ ഡോക്ടറായ റോഡ്രിഗോ ലാസ്മർ പറഞ്ഞിരുന്നു. അദ്ദേഹമാണ് താരത്തിൻ്റെ ശസ്ത്രക്രിയക്കും മറ്റുമൊക്കെ മുന്നിൽ നിന്നിരുന്നത്. ഇപ്പോഴിതാ റോഡ്രിഗോ പവിയയും അതേ കാര്യം തന്നെ പറയുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മർ കോപ്പ അമേരിക്കയിൽ പങ്കെടുക്കില്ല, അത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റിക്കവറി ആ സമയമാകുമ്പോഴേക്കും കംപ്ലീറ്റ് ആവില്ല. ഒരു പക്ഷേ സെപ്റ്റംബർ മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് തിരിച്ചെത്താൻ കഴിഞ്ഞേക്കും. ആ സമയമാകുമ്പോൾ അദ്ദേഹം റെഡിയാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് റോഡ്രിഗോ പവിയയുടെ വാക്കുകൾ. നമുക്കറിയാം, ജൂൺ മാസത്തിലാണ് കോപ്പ അമേരിക്ക നടക്കുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ US വെച്ചിട്ടാണ് കോപ്പ അമേരിക്ക നടക്കുന്നത്. അപ്പോഴേക്കും നെയ്മർ ജൂനിയർ ആരോഗ്യം വീണ്ടെടുക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിക്ക് ഭേദമാവുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകരുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് അദ്ദേഹം കോപ്പ അമേരിക്ക കളിക്കില്ല. ഇനി മറ്റെന്തെങ്കിലും ടേസ്റ്റ്, ഇപ്പം നെയ്മറുടെ കാര്യമാണല്ലോ, പല ഘട്ടങ്ങളിലും നമ്മളിങ്ങനെ ലെങ്തി ആയിട്ടുള്ള റിക്കവറി പീരീഡ് പറഞ്ഞപ്പോഴൊക്കെ അദ്ദേഹം പെട്ടെന്ന് റിക്കവറായി വരുന്നത് കണ്ടിട്ടുണ്ട്. ഇനി അതുപോലെ വല്ലതും സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. പക്ഷേ ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് നെയ്മർ കോപ്പ അമേരിക്ക കളിക്കില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.